ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാൻ നിങ്ങളുടെ 𝒍𝒆𝒂𝒔𝒄𝒓𝒊𝒃𝒆. ഞാനിന്ന് വന്നിരിക്കുന്നത് ടെക്നോളജി രംഗത്തെ പുതിയ കിടിലൻ ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് മുമ്പ് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. നമ്മളെല്ലാവരും ഭൂരിഭാഗം പേരും ആൻഡ്രോയിഡ് ഫോണാണ് ഉപയോഗിക്കുന്നത്. ആപ്പിൾ ഐഫോൺ യൂസേഴ്സ് ഉണ്ടാവും കേട്ടോ, പക്ഷേ അവരെ ഉദ്ദേശിച്ചല്ല ഞാൻ പറയുന്നത്. മെയിനായിട്ടും നമ്മുടെ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻസ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നത് മിക്കവരും തന്നെ പ്ലേ സ്റ്റോറിൽ നിന്നായിരിക്കും. ഗൂഗിൾ പ്ലേ സ്റ്റോർ 100% സേഫ് തന്നെയാണ്. പക്ഷേ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ഇല്ലാത്ത കുറേ നല്ല കിടിലൻ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ആ ആപ്ലിക്കേഷൻസ് എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നെറ്റ്ഫ്ലിക്സ് കാണണോ, അതുപോലെ തന്നെ ഐഫോണിലെ കിടിലൻ ഫീച്ചേഴ്സ് നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിൽ നമുക്ക് കിട്ടിയാലോ. അതെ, വീഡിയോ അപ്പം മുഴുവനായിട്ട് നിങ്ങൾ കാണുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ ഞാൻ പുതിയതായിട്ട് ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ നമുക്കൊട്ട് നമസ്കരിക്കേണ്ട, നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ടു മൈ ചാനൽ. ദിസ് ഈസ് മീ 𝒍𝒆𝒂𝒂. നമ്മുടെ ആദ്യത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ടാപ്പ് എന്നുള്ള ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഐഫോണിലുള്ള പോലെ തന്നെ ഫീച്ചേഴ്സ് നമുക്ക് ഈ ആൻഡ്രോയിഡിലും നമുക്ക് കിട്ടും. അതായത് ഡബിൾ ടാപ്പ് അല്ലെങ്കിൽ ട്രിപ്പിൾ ടാപ്പ് ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും ഷോർട്ട് കട്ട്സ് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ആപ്ലിക്കേഷൻസോ എന്തെങ്കിലും ഫീച്ചേഴ്സോ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയുള്ളതാണിത്. സോ നിങ്ങൾ ഈ സ്റ്റെപ്സ് ഞാൻ കാണിക്കുന്ന പോലെ തന്നെ ഫോളോ ചെയ്യുക. പിന്നെ നമുക്ക് ബാറ്ററി ഒപ്റ്റിമൈസേഷൻ ഡിസേബിൾ ചെയ്യേണ്ടതുണ്ട്. പിന്നെ ഗസ്റ്റർ നമുക്ക് ഇനേബിൾ ചെയ്യാം, അതുപോലെ ടാപ്പ് ഇനേബിൾ ചെയ്യാം. സോ നമ്മൾ ആക്സസിബിലിറ്റിയിലേക്ക് നമുക്ക് നോക്കിയാൽ തന്നെ നമുക്ക് ഇതുപോലെ കുറേ കാണാൻ പറ്റും. അതിനുശേഷം നമുക്ക് ഗസ്റ്റർ നോക്കുമ്പോൾ നമുക്ക് കാണാം ഡിവൈസിൻ്റെ സൈസ് ലാർജ് വേണം, മീഡിയം വേണം, സ്മോളസ്റ്റ് വേണമെന്ന് കാണാം. അതുപോലെ സെൻസിറ്റിവിറ്റി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ നമുക്ക് ഡബിൾ ടാപ്പ് ആക്ഷൻസിലേക്ക് പോകുമ്പോൾ നമ്മൾ ഓൾറെഡി കുറച്ച് ആക്ഷൻസ് ഉണ്ടാകും. സോ അതിനകത്ത് ഞാൻ സ്ക്രീൻഷോട്ട് നമ്മൾ ഡിലീറ്റ് ആക്കി. സോ അതിനകത്ത് ലോഞ്ച് ചെയ്യുകയാണ് പുതിയൊരു ആക്ഷന്. അപ്പോൾ അതിനകത്ത് കാണും ലോഞ്ച് ആപ്ലിക്കേഷൻസ്, അങ്ങനെ പല ഇതും കാണാം. യൂട്ടിലിറ്റീസ് വേണം നിങ്ങൾക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ആക്ഷൻസ് ക്രിയേറ്റ് ചെയ്യാം. സോ ഞാൻ സ്ക്രീൻഷോട്ട് ഞാൻ മുകളിലേക്ക് കയറ്റി. അപ്പോൾ കണ്ടോ, ഡബിൾ ടാപ്പ് ചെയ്തപ്പോൾ സ്ക്രീൻഷോട്ട് ആയിട്ടുണ്ട്. സോ ഞാൻ ലോഞ്ച് അസിസ്റ്റൻറ്റ് ഞാൻ റിമൂവ് ചെയ്യുകയാണ്. ഓക്കെ, സോ അതിനുശേഷം നമുക്ക് ട്രിപ്പിൾ ടാപ്പ് ആക്ഷൻസ് നോക്കാം. സോ ട്രിപ്പിൾ ടാപ്പ് ആക്ഷൻസിനകത്ത് നിങ്ങൾക്ക് കാണാം ഓപ്പൺ നോട്ടിഫിക്കേഷനാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ 3 പ്രാവശ്യം ടാപ്പ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട്. സോ അതേപോലെ തന്നെ അടുത്ത് ഗേറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് ഏതൊക്കെ സന്ദർഭത്തിലാണ് നമുക്ക് ഈ ഷോർട്ട് കട്ട്സ് ബ്ലോക്ക് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഗസ്റ്റർ നമ്മൾ ഡിസേബിൾ ചെയ്യേണ്ട സാഹചര്യം എപ്പോഴാണ് നോക്കുന്നതാണ് ഇത്. സോ അടുത്തതെന്ന് പറയുന്നത് ഫീഡ്ബാക്സ് ആണ്. നമുക്ക് എന്ത് ഫീഡ്ബാക്സ് കൊടുക്കണമെന്ന് നോക്കാം. സോ ഇത് നമുക്ക് കൊണ്ടുവന്നിരിക്കുന്നത് 𝑥DA ആണ്. ഇതിൻ്റെ എല്ലാം ലിങ്ക്സ് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അതേപോലെ നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതുമാണ്. അടുത്ത ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നെറ്റ്ഫ്ലിക്സ് SV4 എന്നുള്ള ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ നമ്മുടെ നെറ്റ്ഫ്ലിക്സ് പോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ക്വാളിറ്റിയിൽ വീഡിയോസ് കാണാൻ പറ്റുന്നതും, അതുപോലെ തന്നെ TV സീരീസ് ആവട്ടെ എല്ലാം നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് വീഡിയോസ് കാണാൻ പറ്റുന്നതുമാണ്. നെറ്റ്ഫ്ലിക്സ് പോലെ തന്നെ വ്യത്യസ്തമായ പല ഡിഫറെൻറ്റ് കാറ്റഗറീസിൽ നമുക്ക് വീഡിയോസ് കാണാൻ പറ്റുന്നതാണ്. നമുക്ക് മോഡ്രോയിഡ് ആണ് ഇതിനകത്ത് ഈ ആപ്ലിക്കേഷൻ നമുക്ക് തരുന്നത്. സോ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കാം. നല്ല റെസ്പോൺസീവാണ്. അതുപോലെ തന്നെ ഒട്ടും ലാഗ് അടുപ്പിക്കാതെ തന്നെ നമുക്ക് വീഡിയോസ് അതിനകത്ത് കാണാം. അതുപോലെ തന്നെ ഇതിനകത്ത് കണ്ടൻസ് എന്ന് പറയുന്നത് വളരെ മികച്ച ഹൈ ക്വാളിറ്റി റെസൊല്യൂഷനോട് കൂടിയ കണ്ടൻസ് ആണ് ഇതിനകത്തുള്ളത്. ബ്ലൂറേ ഉൾപ്പെടെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നതാണ്. നെറ്റ്ഫ്ലിക്സിൽ കിട്ടുന്ന അതേ സീരീസ് നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് വീഡിയോസ് കാണാൻ പറ്റുന്നതുമാണ്. ഇത് ബെസ്റ്റ് പെയ്ഡ് വീഡിയോ സ്ട്രീമിംഗ് ആപ്ലിക്കേഷൻസിന് ഒരു ഓൾട്ടർനേറ്റീവാണ്. ക്രോംകാസ്റ്റ് ഉപയോഗിച്ച് നമുക്ക് TV-യിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡിവൈസസിലേക്ക് നമുക്ക് സ്ട്രീം ചെയ്ത് കാണാൻ പറ്റുന്നതാണ്. ഈ ഫീച്ചേഴ്സ് എല്ലാം യാതൊരു പേയ്മെൻറ്റും കൂടാതെ നമുക്ക് ലഭിക്കുന്നു എന്നതാണ് ഈ ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത. അടുത്ത ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് F-Droid എന്നുള്ള ആപ്ലിക്കേഷനാണ്. നമ്മുടെ പ്ലേ സ്റ്റോറിന് പകരം കിട്ടുന്ന ഒരു മികച്ച ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ് F-Droid എന്നുള്ള ഈ ആപ്ലിക്കേഷൻ്റെ പ്ലാറ്റ്ഫോം. നമ്മുടെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ഉള്ള പോലെ തന്നെ ഡിഫറെൻറ്റ് കാറ്റഗറീസിൽ പല കാറ്റഗറീസിലുള്ള പല കിടിലൻ ആപ്ലിക്കേഷൻസും നമുക്കിതിനകത്ത് കിട്ടുന്നതാണ്. സോ ഇതിനകത്ത് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കിട്ടാത്ത കിടിലനായിട്ടുള്ള ഓപ്പൺ സോഴ്സ് ആപ്ലിക്കേഷൻസ് ആണ്. നമുക്ക് ഇതിൻ്റെ തീംസ് വേണമെങ്കിൽ മാറ്റി നമുക്ക് ഡാർക്ക് തീമോ അല്ലെങ്കിൽ ലൈറ്റ് മോഡ് തീമോ അല്ലെങ്കിൽ ഡിഫോൾട്ട് ആയിട്ടുള്ള സിസ്റ്റത്തിൻ്റെ തീമോ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അടുത്ത ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് NewPipe എന്നൊരു ആപ്ലിക്കേഷനാണ്. ഇതൊരു ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള യൂട്യൂബ് വീഡിയോസ് കാണാൻ വേണ്ടി ഒരു ഓൾട്ടർനേറ്റീവ് ആപ്ലിക്കേഷനാണ് ഇത്. F-Droid വേർഷനാണ് ഈ NewPipe എന്നുള്ള ആപ്ലിക്കേഷൻ. ഇത് ഒരുപാട് കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സബ്സ്ക്രിപ്ഷൻസ്, അതുപോലെ തന്നെ നമുക്ക് ട്രെൻഡിങ് ആയിട്ടുള്ള വീഡിയോസ് കാണാം, ബുക്ക് മാർക്ക് ചെയ്തിടാം. സോ നിങ്ങൾക്ക് കാണാൻ പല ഫീച്ചേഴ്സ് ഇതിനകത്തുണ്ട്. അതേപോലെ നമുക്ക് വീഡിയോസ് എടുത്തിട്ട് നമുക്ക് പോപ്പപ്പ് ചെയ്ത് കഴിഞ്ഞാൽ
ചെറിയ ഒരു ഫോർമാറ്റിൽ നമുക്ക് വീഡിയോ കാണാം. നമുക്കത് എവിടെ വേണമെങ്കിലും പ്ലേസ് ചെയ്യാം. പിന്നെ ഫ്ലോട്ടിങ് ചെയ്ത് നടക്കുന്നതാണ്. കണ്ടോ, ഇതേപോലെ ഫ്ലോട്ടിങ് ആവുന്നതാണ്. ഇതിനകത്ത് ഗൂഗിൾ API ഉപയോഗിക്കുന്നില്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ അക്കൗണ്ടും അതേപോലെ തന്നെ നമ്മുടെ വാച്ച് ഹിസ്റ്ററിയും എല്ലാം തികച്ചും സേഫാണ്. ഞാൻ റിമൂവ് ചെയ്യട്ടെ. ദെൻ അടുത്ത ഫീച്ചർ എന്ന് പറയുന്നത് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഫോർമാറ്റിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. വീഡിയോസ് ആകട്ടെ, ഓഡിയോസ് ആകട്ടെ, അതേപോലെ തന്നെ ക്യാപ്ഷൻസ് ഒക്കെ ഉണ്ട്. സബ് ടൈറ്റിൽസ് ആണ് ഉദ്ദേശിക്കുന്നത്. എല്ലാം നമുക്ക് കിട്ടുന്നതാണ്. മെയിനായിട്ടുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഗൂഗിൾ അക്കൗണ്ടിലേക്ക് സൈൻ ഇൻ ചെയ്യേണ്ട യാതൊരു ആവശ്യവും ഈ ആപ്ലിക്കേഷനില്ല. അടുത്ത ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് സ്നാപ്ട്യൂബ് എന്നുള്ള ആപ്ലിക്കേഷനാണ്. ഇതിന് ചെയ്യുന്ന സ്നാപ്ട്യൂബ് ഇൻസ്റ്റാൾ ചെയ്യാൻ നമുക്ക് ഓപ്പൺ ചെയ്യാം. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം, ഇതിനകത്ത് ഞാൻ യൂട്യൂബിലേക്ക് സെർച്ച് ചെയ്തു, NCS ഞാൻ സെർച്ച് ചെയ്തേക്കുന്നത്. അതിനകത്തൊരു സോങ് ഞാൻ വെച്ചിരിക്കുകയാണ്. സോ ഈ സോങ് എനിക്ക് ഡൗൺലോഡ് ചെയ്യണം. അതിനായിട്ട് ഞാൻ ഷെയർ ചെയ്ത് കഴിയുമ്പോൾ താഴെ ഡൗൺലോഡ് വിത്ത് സ്നാപ്ട്യൂബ് എന്നുള്ള ഓപ്ഷൻ വന്നു. അതിനകത്ത് നിങ്ങൾക്ക് കാണാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോർമാറ്റിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അത് MP3 ഫോർമാറ്റിലാകട്ടെ, അല്ലെങ്കിൽ വേവ് ഫോർമാറ്റിലാകട്ടെ, 240p റെസൊല്യൂഷൻ തൊട്ട് 4K റെസൊല്യൂഷൻ വരെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിനകത്ത് നമുക്ക് ഇങ്ങനെ ഡൗൺലോഡ് ചെയ്യാം. സ്നാപ്ട്യൂബിൽ നമുക്ക് വേറെ രീതിയിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് കോപ്പി ചെയ്യുക, ലിങ്ക് കോപ്പി ചെയ്തിട്ട് നമ്മുടെ സ്നാപ്ട്യൂബ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് സെർച്ചിൻ്റെ അവിടെ പോയി നമുക്ക് ലിങ്ക് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തൊക്കെ കണ്ടോ ഡൗൺലോഡ് എന്ന് കാണിക്കുന്നുണ്ട്. നമുക്ക് ആ വീഡിയോ ഡൗൺലോഡ് ചെയ്ത് നമ്മൾ ഇഷ്ടമുള്ള ഫോർമാറ്റിൽ 144p തൊട്ട് 4K 60 frames/second വീഡിയോസ് വരെ നമുക്ക് ഇതിനകത്ത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇതേപോലെ തന്നെ നമുക്ക് ഫേസ്ബുക്കിൽ, അതുപോലെ മറ്റ് ഇൻസ്റ്റാഗ്രാമുകൾ, അല്ലെങ്കിൽ അങ്ങനെ പല ഏത് ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയാസിലും ആകട്ടെ, നമുക്ക് അവിടുന്ന് നമുക്ക് വീഡിയോസ് ഇൻസ്റ്റൻ്റായിട്ട് തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അടുത്ത ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് യൂട്യൂബ് വാൻസ് എന്ന ആപ്ലിക്കേഷനാണ്. ഇത് യൂട്യൂബിൽ പോലെ തന്നെ ഐഡൻറ്റിക്കൽ ഫീച്ചേഴ്സ് ഉള്ള മറ്റൊരു ആപ്ലിക്കേഷനാണ് യൂട്യൂബ് വാൻസ്ഡ്. ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ ലഭ്യമല്ല, പക്ഷേ നമുക്ക് ഓപ്പൺ സോഴ്സ് ആയിട്ട് നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എവിടെ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഇതിനകത്ത് നമുക്ക് യൂട്യൂബിൻ്റെ പല പ്രീമിയം ഫീച്ചേഴ്സും ലഭ്യമാണ്. അതായത് നമുക്ക് തീംസ്, ബാക്ക്ഗ്രൗണ്ട് പ്ലേബാക്ക്, HDR സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഫിറ്റ് ടു സ്ക്രീൻ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് TV-യിൽ വൈഫൈ കണക്ട് ചെയ്തിട്ട് നമുക്ക് പിൻ ഉപയോഗിച്ചിട്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് TV-യിൽ ഷെയർ ചെയ്ത് നമുക്ക് വൈഫൈ ഉപയോഗിച്ച് കാണാൻ പറ്റുന്നതാണ്. ഗൂഗിൾ അക്കൗണ്ട് സൈൻ ഇൻ ചെയ്യാൻ പറ്റുന്നതാണ്. സോ യൂട്യൂബിൻ്റെ മറ്റൊരു വേർഷനാണ് ഇതെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. സോ ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലത്തെ കിടിലൻ ആപ്ലിക്കേഷൻസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ, സോ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതോടൊപ്പം തൊട്ടടുത്ത ബെല്ലേക്ക് എനേബിൾ ചെയ്യാനും മറക്കരുത്. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, സോ ടെക്നോളജി രംഗത്തെ പുത്തൻ അപ്ഡേറ്റ്സ്, അതുപോലെ ടെക്നോളജി ന്യൂസുകൾ, അതുപോലെ കിടിലൻ ആപ്ലിക്കേഷൻസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ടിൽ ദെൻ, ഇറ്റ്സ് മീ ജോവിൻ സൈനിങ് ഓഫ്. Stay safe, stay healthy.